Sri Dr. C.V. Anand Bose. A rare blend of statesmanship and scholarship, whose literary brilliance and public service continue to inspire generations. Our pronouns. Managing Trustee Sri S. Muralidharan அவர்களே, ஸ்ரீ குட்டிகிருஷ்ணன் அவர்களே, അഭിനന്ദന സ്വാമിജി, വനാത്മാനന്ദജി, നമുക്കെല്ലാം പ്രിയപ്പെട്ട ശ്രീ സി ജി രാജഗോപാലൻ മുത്തു, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ആദ്യമായി ഇവിടെ നൽകിയ പുരസ്കാരത്തിൻ്റെ പേരിൽ അദ്ദേഹം നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഇങ്ങനെ ഒരു പുരസ്കാരം ശ്രീ രാമകൃഷ്ണ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഏർപ്പെടുത്തിയത് സ്വീകരിക്കാൻ എന്നെ ക്ഷണിച്ചതൊരു വലിയ ദൈവാനുഗ്രഹമായി ഞാൻ കരുതുന്നു. ഞാനിപ്പോൾ വരുന്നത് ബംഗാളിൽ നിന്നാണ്. ശ്രീരാമകൃഷ്ണന്റെയും ശാരദാദേവിയുടെയും വിവേകാനന്ദന്റെയും ചൈതന്യസന്യമായ ഭൂമി, അതാണ് ബംഗാൾ. അതായിരുന്നു ബംഗാൾ. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ആദ്യമായി എൻ്റെ മനസ്സിൽ വരുന്നത് ശ്രീ രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞൊരു കഥയാണ്. ഒരു വിശ്വസർപ്പം, അവനെ കാണുമ്പോൾ ആളുകൾ വെറുപ്പോടെ ഓടി ഒളിക്കും. അവന് വലിയ ബുദ്ധിമുട്ടായി, മനപ്രയാസമായി. അവൻ ആ വഴിയിൽ വന്ന യോഗിയോട് ചോദിച്ചു, എന്നെ കാണുമ്പോൾ ആളുകൾ പേടിച്ച് ഓടി വിളിക്കുന്നു, എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? യോഗി പറഞ്ഞു, നിന്റെ കയ്യിലിരിപ്പ് തന്നെ, നീ ആളുകളെല്ലാം ഓടിച്ചിട്ട് കുത്തും, അതുകൊണ്ടാണ് അവർ നിന്നെ പറയുന്നത്. നിന്റെ കുത്തു നിർത്തുക, എല്ലാം മാറും. ഒരു 6 മാസം കഴിഞ്ഞ് യോഗി ആ വഴിയെ തിരികെ വന്നു. അപ്പോൾ ഈ ഉഗ്രപ്രതാപിയായ വിശ്വസർപ്പം ഒരു വഴി സൈഡില് അടി കൊണ്ട് മേലെല്ലാം പൊട്ടി രക്തം ഒലിപ്പിച്ച് അനങ്ങാൻ പെടുമ്പോൾ കിടക്കുകയാണ്. യോഗി ചോദിച്ചതിലേക്ക് എന്ത് പറ്റി? അന്നത്തെ എന്നോട് പറഞ്ഞത് കടിക്കരുതെന്നും കളി നിർത്തണമെന്നും, ഞാനത് അതുപോലെ തന്നെ അംഗീകരിക്കാൻ കളി നിർത്തി. അവിടെ കുഞ്ഞുങ്ങൾ പോലെ തന്നെ വടിയെടുത്ത് തല്ലുന്നു, കല്ലെടുത്ത് എറിയുന്നു. ഇതായിപ്പോൾ എൻ്റെ പരിവം കണ്ടിട്ട് എങ്ങനെയായി. അപ്പോൾ യോഗിച്ച് പറഞ്ഞു, ഞാൻ നിന്നോട് കടിക്കരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, ചീറ്റരുതെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇത് വളരെ വലിയൊരു സത്യമാണ് ഇതിലുള്ളത്. കടിക്കരുത്, പക്ഷെ ചീറ്റണം. ചീറ്റേണ്ടപ്പോൾ ചീറ്റാൻ പഠിക്കണം, പ്രതികരിക്കണമെങ്കിൽ പ്രതികരിക്കാൻ പഠിക്കണം. ഈ ഒരു പരമഹംസരുടെ ഒരു ഉപദേശമാണ് ബംഗാളിൽ പ്രവർത്തിയെടുക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നതെന്ന് എനിക്ക് കരുതുന്നു. ചീറ്റണം, കടിക്കരുത്. കാരണം അത് വളരെ ആവശ്യമായ ഒരു കാര്യമാണ്. ഞാനിവിടെ ഇന്നിപ്പോൾ നിൽക്കുന്നത് വന്ദേമാതരം യാത്രയുടെ ഭാഗമായിട്ടാണ്. ഈ വന്ദേ ഉദ്ദേശം സമൂഹത്തിൽ എല്ലായിടത്തും, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ ചെന്ന് ജനങ്ങളോട് സംസാരിക്കുക. 3 കാര്യങ്ങളാണ്. ഒന്ന്, ഹിംസാരഹിതമായ ഒരു ഭാരതം, അഴിമതിരഹിതമായ ഒരു ഭാരതം, വികസിത ഭാരതം. ഈ 3 ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യാത്ര സംഘടിപ്പിച്ചത്. ഈ യാത്രയുടെ ഭാഗമായിട്ടാണ് ഇവിടേക്ക് എത്തിയത്. എൻ്റെ ബംഗാളി സുഹൃത്തുക്കൾ ഇവിടെയുണ്ട്, അവർക്കൊന്നും അറിയാം. ഞങ്ങളെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് ബംഗാളിൽ: ബാംഗ്ലാർ മാട്ടി, ബാംഗ്ലാർ ജോൽ, ബാംഗ്ലാർ വായു, ബാംഗ്ലാർ ബൽ, പുനോഹോ 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 കേൾക്കുമ്പോൾ. അപ്പോൾ ഞാൻ ബംഗാളിൽ കണ്ട ചില കാര്യങ്ങളൂടെ പറയുകയാണ്. എൻ്റെ ഭരണഘടനാപരമായ സഹോദരി, മൈ കോൺസ്റ്റിറ്റ്യൂഷണൽ സിബ്ലിംഗ് മമതാ ബാനർജിയുടെ എല്ലാവരും ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണ്. ബംഗാളിനെ കുറിച്ച് പണ്ട് പറഞ്ഞിരുന്നു, ഇന്ന് ബംഗാൾ എന്ന് ചിന്തിക്കുന്നു, നാളെ ഇന്ത്യ ചിന്തിക്കുമെന്ന്. എന്നാൽ ഇപ്പോൾ ബംഗാൾ ചിന്ത നിർത്തി എന്നുള്ളതാണ് കഷ്ടം. വളരെ കഷ്ടമായ ഒരു കാര്യമാണ്. അഴിമതി, അക്രമം, അഴിമതിയുടെ കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞു. ഞാൻ അവിടെ ചാർജെടുത്തതിന് ശേഷം 4 മന്ത്രിമാരാണ് ജയിലിലേക്ക് അയച്ചത്. ഇതൊരു സുഖമുള്ള കാര്യമല്ല. ഈ 4 മന്ത്രിമാരും അഴിമതിയുടെ പേരിലാണ് ജയിലിൽ പോയത്. ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. ചെറുക്കൊക്കെ ജാമ്യം കിട്ടി.
ഇത് അഴിമതിയുടെ കാര്യം. ഈ അവിടുത്തെ സർവകലാശാലകളുടെ ഒരു ചാൻസലർ കൂടിയാണ് ഗവർണർ. 50 സർവകലാശാലകളുടെ ചാൻസലർ, പ്രൈവറ്റ് സർവകലാശാലകളുടെ വിസിറ്റർ, സർക്കാർ സർവകലാശാലയുടെ ചാൻസലർ. ഇവിടെ ഞാൻ കണ്ടത് അഴിമതിയും അക്രമവും അതിന്റെ മൂത്തരങ്ങളായി മാറിയിരിക്കുന്ന സർവകലാശാലകൾ. അഴിമതി എന്ന് പറഞ്ഞാൽ വൈസ് ചാൻസലർ നിയമിക്കുന്ന അഴിമതി. ഇന്നും എനിക്ക് പരാതി കിട്ടിയിരിക്കുകയാണ്. വൈസ് ചാൻസലർ നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ ശരിയോ തെറ്റോ എന്ന് എനിക്കറിയാതെ അന്വേഷണം ഏൽപ്പിക്കുകയാണ്. വൈസ് ചാൻസലർ നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ 2 കോടി മുതൽ 5 കോടി രൂപ അഴിമതി കൈക്കൂലി കൊടുക്കണം. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഇവരവിടെ വന്നു കഴിഞ്ഞാൽ ഇവരെ പണം എങ്ങനെയെങ്കിലും തിരികൊണ്ടാക്കാൻ ശ്രമിക്കും. അനുഭവിക്കുന്ന ആരാണ്? വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മയാണ് വിദ്യാർത്ഥികളാണ്. ഒരു അധ്യാപകന് അവന്റെ ഒന്നാമത്തെ കർത്തവ്യം വിദ്യാർത്ഥികളായിരിക്കണം, 2ാമത്തെ കർത്തവ്യം വിദ്യാർത്ഥികളായിരിക്കണം, 3ാമത്തെ കർത്തവ്യം വിദ്യാർത്ഥികളായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു പഴഞ്ചനാണ് ഞാൻ. അതിന് മാറ്റം വരാൻ പാടില്ല. അഴിമതിക്ക് യുദ്ധം തന്നെ നടത്തി ഏതാണ്ട് സർക്കാർ എന്ത് ചെയ്തു? ഈ അഴിമതി എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 1000 കോടി രൂപ ആവശ്യമുള്ള സ്ഥലത്ത് 6000 കോടി രൂപ സർക്കാർ കൊടുത്തു. ഇത് 3000 കോടി പിടിച്ച് സർക്കാരിലെ മന്ത്രിമാർക്ക് തിരിച്ചേൽപ്പിക്കണം. ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇതിനൊക്കെ ഈ അന്വേഷണം ഉത്തരവിട്ടിരിക്കുകയാണ്. ഇത് നിർത്തി കഴിഞ്ഞപ്പോൾ ശക്തമായ രീതിയിൽ നിർത്തി ഇടപെട്ടു. വൈസ് ചാൻസലർമാർ നിയമിക്കുന്നത് സ്വന്തമായിട്ട് നിയമിക്കാൻ തുടങ്ങി. മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു നിയമിച്ചിരുന്നത്. ഇപ്പോൾ മാറ്റം വന്നിരിക്കുകയാണ്. ഇതിനൊക്കെ എതിരായിട്ട് ശബ്ദം വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ യാത്ര. ഈ യാത്രയുടെ ഭാഗമായിട്ട് ഇവിടെ വരാൻ കഴിഞ്ഞത് ഒരു വലിയ കാര്യമായി ഞാൻ കരുതുന്നു. അവരുടെ അക്രമത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ചില ഗ്രാമപ്രദേശങ്ങളിൽ ഗുണ്ടാ രാജാണ്. ഇത് വന്ന് കാണേണ്ടത് തന്നെയാണ്. കേരളത്തിലെ പോലൊന്നുമല്ല. കേരളത്തിൽ അംഗീകാരമുണ്ട്. ഇവിടെയും പ്രദേശ സംഘങ്ങളൊക്കെ ഉയർന്നു വരുന്നത് പത്രങ്ങളിൽ വായിക്കാറുണ്ട്. പക്ഷെ അവിടെ അങ്ങനെയല്ല. ചില ഗ്രാമപ്രദേശങ്ങളിൽ ഭരിക്കുന്ന ഗുണ്ടകളാണ്. ഗുണ്ടകളെന്ന് തീരുമാനിക്കും. വളരെ അർപ്പിക്കുന്ന, മനം പഠിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞു. സന്ദേശ് ഗലി എന്നൊരു സ്ഥലത്ത് അവിടെ ഒരു ഗുണ്ടയുണ്ട്. അയാളുടെ അനുയായികൾ വീട്ടിലേക്ക് വന്നിട്ട് പറയും, രാത്രി 8 മണിയാകുമ്പോൾ വന്നിട്ട് പറയും, ഈ പെൺകുട്ടിയെ നിങ്ങൾ വീട്ടിലേക്ക് കുഞ്ഞിനെയായി പാർട്ടി ഓഫീസിലേക്ക് അയക്കണം എന്ന്. 2-3 ദിവസം കഴിഞ്ഞ് ഇവിടെ ഉള്ളൂ. അവരുടെ മനോബന്ധ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. ഞാനവിടെ പോയി. അങ്ങോട്ട് ആരെയും കടത്തിവിടുന്ന സ്ഥലമല്ല. പത്രക്കാരെ വിടത്തില്ല. പത്രക്കാരുമായിട്ട് ഞാൻ പോയി, മീഡിയയുമായിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ടത് നമ്മുടെ കരൾ അലിയിക്കുന്ന രംഗമാണ്. കരൾ അലിയിക്കുന്ന രംഗം. സ്ത്രീകൾ വന്ന് റോഡിൽ 100 കണക്കിന് സ്ത്രീകൾ വന്ന് അലമുറയിടുന്നു, അരിയലേപ്പിക്കുന്നു. അവരെന്നോട് പറഞ്ഞു, ഞങ്ങളെ രക്ഷിക്കണം, ഇതാണ് ഞങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളെ എതിർത്താൽ ഞങ്ങളെ അടിച്ച് താഴെയിടും, ഇവിടെ ഗുണ്ടാരാജാണ്. ഞാൻ അയാൾ കേട്ടു. ചിലവർ എന്റെ കയ്യിൽ രാഖി കെട്ടിയിട്ട് പറഞ്ഞു, ഇനി മുതൽ അന്ന് ഞങ്ങളുടെ സഹോദരനാണ്, സഹോദരൻ മാനന്താക്കളുടെ സഹോദരന്റെ ചുമതലയാണ്. ഞാൻ ഏറ്റെടുത്തു. ഇതിനുശേഷം പ്രധാനമന്ത്രി വന്നു. അദ്ദേഹം ഇത് പല സ്ഥലങ്ങളിൽ പ്രസംഗിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഉള്ളിലെ ശക്തി നിങ്ങൾ മനസ്സിലാക്കണം, ആന്തരിക ശക്തി. കാളി മാതാവിന്റെ കഥ പറഞ്ഞു. കൈലാസത്തിൽ രക്താസുരൻ ചെന്നു. അവർ കാളി മാതാവിനെ പാർവതീദേവി വെല്ലുവിളിച്ച് ആക്ഷേപിച്ചു, അധിക്ഷേപിച്ചു. എന്നിട്ടും സർവശക്തനായ തന്റെ പതി ശ്രീ പരമേശ്വരൻ ഒന്നും മിണ്ടുന്നില്ല. പാർവതിക്ക് മനസ്സിൽ ഉഷ്ണമായി. തന്നെ അപമാനിക്കപ്പെടുന്നു. വീട്ടിന്റെ മുന്നിൽ വന്ന് രക്താസുരൻ തന്നെ അപമാനിക്കുകയാണ്. എന്നിട്ടും എന്തുകൊണ്ടേ എല്ലാത്തിനും ശക്തിയുള്ള തന്റെ പിതാവ്, തന്റെ പതി എന്തുകൊണ്ട് തന്നെ ഇടപെടുന്നില്ല എന്ന്. അപ്പോഴാണ് മാതാവിന്, പാർവതി ദേവിക്ക് സ്വന്തം ഉള്ളിൽ നിന്ന് കാളിയുടെ ശക്തി അനുഭവപ്പെട്ടു. കാളിയുടെ ശക്തി വെളിയിൽ വന്നോടെ രക്താസുരനെ താടനം ചെയ്യാൻ തുടങ്ങി. ഓരോ താടനം ഏൽക്കുമ്പോൾ ഓരോ തുള്ളി രക്തവും താഴെ വീണ്ടും രക്താസുരന്മാർ വളരുകയാണ്. അതുകൊണ്ട് കിട്ടിയ ഒരു വരമാണ്. കൂടുതൽ രക്താസുരന്മാർ വളരുന്നു. അങ്ങനെയാണ് ദേവി അവന്റെ രക്തം കുടിക്കാൻ തുടങ്ങി. രക്തകാളി എന്ന് പറയുന്നത് പിന്നീട് പിടിച്ചിട്ട് നിൽക്കുന്നില്ല. ഈ 14 ലോകങ്ങൾ നശിക്കുമെന്നുള്ള ഘട്ടമെത്തി. ശ്രീ പരമേശ്വരൻ പാർവതിയുടെ മുന്നിൽ സാഷ്ടാംഗം കിടന്നു. സ്വന്തം പതിയുടെ മേഖത്ത് പാദസ്പർശം ഏൽപ്പിക്കുന്ന പന്തിയല്ല എന്ന് മനസ്സിൽ തോന്നിയ പാർവതി ദേവി സൗമ്യരൂപത്തിലേക്ക് മാറ്റുകയാണ്. ഇത് പറഞ്ഞതിന് ശേഷം ഞാൻ സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങളുടെ എല്ലാം കൂടി ഒരു കാളിയുണ്ട്, ആ കാളിയുടെ ശക്തി നിങ്ങൾ പുറത്തെടുക്കുക. അവരെ പുറത്തെടുത്തു. പിറ്റേന്ന് കണ്ടത് എന്താണെന്നറിയാം? പത്രങ്ങളിൽ നിന്ന് വായിച്ചു. അടുക്കള ആയുധങ്ങളുമായ ഗുണ്ടകളെ നേരിട്ടു. ഒരു ഗുണ്ടയുടെ പോൾട്രി ഫാം കത്തിച്ചു കളഞ്ഞു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഗുണ്ടകൾ പിടിച്ചിരുന്നത് അവിടുത്തെ ഫുട്ബോൾ ഗ്രൗണ്ട് തിരിച്ചു പിടിച്ചു. എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, എന്റേതായി ഗവർണർ 11 പുതിയ ഫുട്ബോൾ സംഘടന തുടങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ പല ഗ്രാമങ്ങളിലേക്കും പടർന്നു പിടിച്ചു. ആന്തരിക ശക്തി കണ്ടപ്പോൾ, അതായത് കബീർദാസ് പറഞ്ഞിട്ടുണ്ട്, തേരാ സായി തുച്ഛമേ യോ ഭുവൻ മേ പാസ്, തേരാ സായി തുച്ഛമേ യോ ഭുവൻ മേ പാസ്, കസ്തൂരിക്ക മെറുകുന്നോ പെരുപെട്ടുണ്ടേ പാസ്. നിന്റെ ശക്തി എന്റെ ഉള്ളിലാണ്, നിന്റെ ദൈവത്തിന്റെ ഉള്ളിലാണ്.
ആ ശക്തി മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അതിനുള്ള പ്രേരണയാണ് സത്യനാരായണ പരമേശ്വരൻ, ശാരദാദേവി, അതുപോലെ വിവേകാനന്ദൻ ചെയ്തത് എന്ന കാര്യം നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. സാന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം ഓർത്തു പോവുകയാണ്. ഞങ്ങളുടെ കോളേജിൽ ഒരു ജോർജ് കുട്ടി ഉണ്ടായിരുന്നു. ജോർജിന് പഠിക്കാനൊക്കെ വളരെ മിടുക്കനാണ്. 1ാം ക്ലാസ്സിൽ പാസ്സായി. പക്ഷെ ജോലിയൊന്നും കിട്ടിയില്ല. അവൻ പല സ്ഥലത്ത് അപേക്ഷ കൊടുത്തു. ഇന്റർവ്യൂവിന് വിളിക്കും, പക്ഷെ അവനെ എടുക്കാൻ ആരെങ്കിലും നേരത്തെ എടുത്തിട്ടായിരിക്കും നടത്തുന്നത്. അപ്പൊ ആരോ ജോർജ് കുട്ടിയോട് പറഞ്ഞു, റെഡകുണ്ട സ്ഥലത്ത് അവിടെ ഒരു റെയിൽവേ സിഗ്നൽമാന്റെ പോസ്റ്റ് ഉണ്ടെന്ന് അഡ്വർടൈസ്മെന്റ് വന്നിട്ടുണ്ട്. അപേക്ഷിച്ചു. പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും അപേക്ഷിച്ചു. ഇന്റർവ്യൂ ചെയ്തു. അപ്പോൾ ആദ്യത്തെ ചോദ്യം, മിസ്റ്റർ ജോർജ്, നിങ്ങൾ അപേക്ഷിച്ചിരിക്കുന്നത് റെയിൽവേ സിഗ്നൽമാൻ എന്ന പോസ്റ്റിനാണല്ലോ? അതെ സർ. സി മിസ്റ്റർ ജോർജ്, ഒരേ പാളത്തിൽ കൂടി 2 ട്രെയിനുകൾ എതിർ ദിശയിൽ പാഞ്ഞു വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ജോർജ് പറയും, സാർ ഞാൻ ഓട്ടോമാറ്റിക് സിഗ്നൽ ഇട്ട് 2 ട്രെയിനും നിർത്തും. ഓട്ടോമാറ്റിക് സിഗ്നൽ ആക്ടിവേറ്റഡ് അല്ലെങ്കിലോ? അടുത്ത ചോദ്യം, സാർ ഓട്ടോമാറ്റിക് സിഗ്നൽ ആക്ടിവേറ്റ് അല്ലെങ്കിൽ ഞാൻ മാനുവൽ സിഗ്നൽ കൈകൊണ്ട് പിടിച്ചത്, മാനുവൽ സിഗ്നൽ തലേന്ന് ഇടിവെട്ടിപ്പോയാലോ? അടുത്ത ചോദ്യമാണ്. അപ്പൊ ജോർജിന് മനസ്സിലായി പാളത്തിലൂടെ പോകാമെന്ന്. എങ്കിലും പറഞ്ഞു, സാർ ഞാൻ ലാൻഡ് ഫോൺ ഉപയോഗിച്ച് ലെവൽ ക്രോസ് വിളിച്ച് ഒരു ട്രെയിൻ അവിടെ നിർത്തും. ടെലിഫോൺ എൻഗേജ് ആണെങ്കിലോ? അപ്പൊ പറഞ്ഞു, എങ്കിൽ കൊച്ചവസരപ്പിനെ വിളി. 2 ട്രെയിൻ എതിർ ദിശയിൽ ഓടി വരിക. നിങ്ങൾ കൊച്ചവസരം ആരും ആ കൊച്ചവസരം 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ അനിയനാണ്. അവനെ എന്തിനാ വിളിക്കുന്നത്? അവനെ മുമ്പ് ട്രെയിൻ കൂട്ടിയിടിക്കുന്നത് കണ്ടില്ല. ഇതൊന്നും കണ്ടോട്ടേ എന്ന് പറഞ്ഞത് പോലെ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാവുന്ന പോലെ ചെയ്യേണ്ട സമയത്ത് ചെയ്യുക. അല്ലാതെ ഷേക്സ്പിയറുടെ ഹാംലെറ്റിനെ പോലെ ടു ബി ഓർ നോട്ട് ടു ബി എന്ന് പറഞ്ഞ് നിൽക്കാതിരിക്കുക. ആസ്വാദിൽ വിവേകാനന്ദൻ പറഞ്ഞതിന്റെ arise, awake, stop not till you reach your goal. Arise, awake, stop not till you reach your goal. Thank you very much. അവാർഡിന് അതിയായ നന്ദി.